ഹായ് ഹലോ വെൽക്കം ടു മിന്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പൊ എല്ലാവർക്കും മിന്റ് PSC സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാം ഡേറ്റ് ആയിരുന്നു പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന്റെ എക്സാം ഡേറ്റ്. അപ്പൊ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ സിലബസും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാം ഡേറ്റ് വരുന്നത് നവംബർ 25-നാണ് പരീക്ഷ. 2026 നവംബർ 25-നാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ. അപ്പൊ ഈ ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് റാങ്ക് ലിസ്റ്റിൽ പ്രവേശിക്കാൻ പറ്റും, ജോലി പ്രവേശിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മിന്റ് PSC ഇതിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് സിലബസ് കവർ ചെയ്യുന്ന ബാച്ചാണ്, സാരഥി 2 എന്നുള്ള ബാച്ചാണ്. അപ്പോൾ 7907365854 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് 475/2025 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, അത് ഫോർ എക്സ് സർവീസ് മാൻ, കേരള പോലീസ് NCA for മുസ്ലിം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ആ ഒരു എക്സാം വരുന്നത് 25/11/2026 ഹാൾ ടിക്കറ്റ് 10/11/2026 കിട്ടും. കൺഫർമേഷൻ കൊടുക്കേണ്ടത് 23/8/2026 തൊട്ട് 11/9/2026 വരെയാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് 476/2025 ആ ഒരു കാറ്റഗറി നമ്പറിലേക്കുള്ള എക്സാം ആണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഫോർ എക്സ് സർവീസ് മാൻ NCA for ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. അത് കേരള പോലീസ് സ്റ്റേറ്റ് വൈഡ് ആണ്. അതിന്റെ എക്സാം ഡേറ്റ് 25/11/2026 ഹാൾ ടിക്കറ്റ് 10/11/2026. അപ്പോൾ അതിന്റെ കൺഫർമേഷൻ കൊടുക്കേണ്ടത് 23/8/2026 തൊട്ട് 11/9/2026 വരെയാണ്. അതുപോലെ തന്നെ അടുത്ത കാറ്റഗറി നമ്പർ 477/2025 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഫോർ എക്സ് സർവീസ് മാൻ NCA for വിശ്വകർമ്മയാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതും അതും 25/11/2026 ഹാൾ ടിക്കറ്റ് 10/11/2026. കൺഫർമേഷൻ കൊടുക്കേണ്ടത് 23/8/2026 മുതൽ 11/9/2026 വരെയാണ്. അടുത്ത കാറ്റഗറി നമ്പർ 479/2025 ആണ്. അത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഫോർ എക്സ് സർവീസ് മാൻ, കേരള പോലീസ് NCA for ഹിന്ദു നാടാർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതും 25/11/2026 തന്നെയാണ് എക്സാം. ഹാൾ ടിക്കറ്റ് 10/11/2026. കൺഫർമേഷൻ 23/8/2026 മുതൽ 11/9/2026 വരെയാണ്. അടുത്തത് 481/2025 കാറ്റഗറി നമ്പറിലാണ്. അത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഫോർ എക്സ് സർവീസ് മാൻ, കേരള പോലീസ് NCA for ധീവര ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതും 25/11/2026 എക്സാം നടക്കുന്നത്. ഹാൾ ടിക്കറ്റ് 10/11/2026. കൺഫർമേഷൻ 23/8/2026 മുതൽ 11/9/2026 വരെയാണ്. അടുത്ത കാറ്റഗറി നമ്പർ 482/2025 ആണ്. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഫോർ എക്സ് സർവീസ് മാൻ, കേരള പോലീസ് NCA for ലാറ്റിൻ കത്തോലിക്ക പിന്നെ ആംഗ്ലോ ഇന്ത്യൻ ആണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതും 25/11/2026 ഹാൾ ടിക്കറ്റ് 10/11/2026. കൺഫർമേഷൻ കൊടുക്കേണ്ടത് 23/8/2026 മുതൽ 11/9/2026 വരെയാണ്. അടുത്ത കാറ്റഗറി നമ്പർ 483/2025 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഫോർ എക്സ് സർവീസ് മാൻ, കേരള പോലീസ് NCA for SUC നാടാർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. അതും 25/11/2026 10/11/2026 ഹാൾ ടിക്കറ്റ് 23/8/2026 മുതൽ 11/9/2026 വരെ കൺഫർമേഷൻ കൊടുക്കാം. അടുത്തത് 030/2026 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അല്ലെ, നമ്മൾ കാത്തിരുന്നാണ്. അത് കേരള പോലീസ് സ്റ്റേറ്റ് വൈഡ് 25/11/2026 എക്സാം. ഹാൾ ടിക്കറ്റ് 10/11/2026. കൺഫർമേഷൻ കൊടുക്കേണ്ടത് 23/8/2026 മുതൽ 11/9/2026 വരെയാണ്. ഓക്കെ, അതിന് ആപ്ലിക്കേഷൻ എത്ര അപേക്ഷകരാണ്? 21,367 പേരാണുള്ളത്.
ഓക്കെ, അപ്പൊ അത്യാവശ്യം നമ്മൾ കുറെ നാളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അല്ലെ. അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കിയുള്ളത് റിവിഷൻ ചെയ്യുക. അല്ല ഇനി പഠിച്ചു തുടങ്ങാത്തവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇനി ബാക്കിയുള്ള സമയം മാക്സിമം എന്ത് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എന്നാലേ ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, പിന്നെ അടുത്തത് 064/2026 അത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, ഡയറക്ടർ റിക്രൂട്ട്മെന്റ് NCA for SSC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി ആണ്. അതും 25/11/2026 10/11 ഹാൾ ടിക്കറ്റ്, 23/8/2026 മുതൽ 11/9/2026 വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇത് വേണ്ടി നോക്കുക കേട്ടോ. അപ്പൊ ഈ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന്റെ ആ ഒരു സിലബസ് നോക്കുവാണെങ്കിൽ ചരിത്രം 4 മാർക്കിനാണ് ചരിത്രത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുന്നതിന് വേണ്ടി ടൈം മാറ്റി വെക്കുമ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി തന്നെ ആ ഓരോന്നിനും ഇത്ര സമയം വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. ചരിത്രം 4 മാർക്കാണ്, ഭൂമിശാസ്ത്രം വരുന്നതും 4 മാർക്കാണ്, ധനതത്വശാസ്ത്രം വരുന്നത് 4 മാർക്കാണ്, ഇന്ത്യ ഭരണഘടന 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, കേരളം ഭരണവും ഭരണ സംവിധാനവും 2 മാർക്കിനാണ്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 3 മാർക്കാണ്. അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ മാർക്ക് കുറവുള്ള ഏരിയാസ് ജസ്റ്റ് വേണമെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെച്ചാലും മതി. ഓക്കെ, ഭൗതിക ശാസ്ത്രം 2 മാർക്കാണ്, രസതന്ത്രം 2 മാർക്കാണ്, കലാ കായിക സാഹിത്യ സംസ്കാരം അത് 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ആനുകാലിക വിഷയങ്ങൾ 10 മാർക്കാണ്, ലഘുഗണിതവും മാനസശേഷി നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക് ആണ്, സ്പെഷ്യൽ ടോപ്പിക് തസ്തികളുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കണം. 20 മാർക്കാണ് ആ ഒരു ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾ 30 മാർക്കാണ്. ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 30 ആണ്. അപ്പൊ 20, 30 ഒക്കെ അത്യാവശ്യം, ബാക്കിയെല്ലാം നമ്മൾ PSCക്ക് ഓൾറെഡി പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട 50 ക്വസ്റ്റ്യൻസ് വളരെ നല്ല രീതിയിൽ പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ മിൻഡ് PSCയിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാച്ച് വരുന്നത് സാരഥി 2 എന്നുള്ളൊരു ബാച്ച് ആണ്. സിവിൽ പോലീസ് നമ്മുടെ എന്താണ് വുമണിനും മെന്നിനും വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ബാച്ച് ആണ്. ഫുള്ള് സിലബസ് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ ഫുള്ള് സിലബസ് കവർ ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ബാച്ച് ആണ്. അപ് ടു എക്സാം വരെ 1499 രൂപ മാത്രമാണ് നമ്മുടെ കോഴ്സ് ഫീ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാം ലൈവ് ക്ലാസ് ആണ്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് സെഷൻ അവൈലബിൾ ആയിരിക്കും. പിന്നെ മെന്റർ സപ്പോർട്ടും ഫാക്കൽറ്റി സപ്പോർട്ടും ഒക്കെ ഉള്ള ബാച്ച് ആണ്. പിന്നെ ഇതിന്റെ എല്ലാ നോട്ട്സ്, ചിലർക്ക് നോട്ട്സ് നോക്കി പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ നോട്ട്സ് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാൻ പറ്റുന്ന നോട്ട്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കോഴ്സ് ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. ഓക്കെ എങ്കിൽ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക്